യുവനായകന്മാരിൽ ഫഹദ് ഫാസിൽ ചെയ്യുന്ന ക്യാരക്ടർ ചലഞ്ചിങ് റോള് മറ്റാരും ഇപ്പോൾ ഉള്ള നായകന്മാർ ആരും വലുതായിട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് 100% ഗ്യാരണ്ടീഡായ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ആവേശം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം എന്തുമാത്രം എഫക്റ്റ് കൊടുത്ത് അതിനെ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ സിനിമ കണ്ട ഓരോ പ്രേക്ഷകനും മനസ്സിലാവും. രംഗണ്ണൻ വേറെ ലെവലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്, ഡാ മോനെ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ കയ്യിൽ തന്നെ രോമാഞ്ചം എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്ക് സംഭവം സെറ്റാണ് പടം. തിയേറ്ററിലൊക്കെ റിലീസാക്കി ഓൾറെഡി ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിച്ചതും ആ സിനിമയെ വിലയിരുത്തിയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ തോന്നിയത്. ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും പുതിയതായിട്ട് വെളിയിലിറങ്ങിയ ഒരു സിനിമ ആവേശത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ സംഭവം ഒരു കളർ പടമാണ്. സാധാരണ നമ്മളൊരു ഫഹദ് ഫാസിൽ സിനിമയിലെ ഒരുപാട് സംഭവങ്ങൾ പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കുമ്പളങ്ങി നൈറ്റ് എന്ന് പറഞ്ഞ സിനിമയായാലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളായാലും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് ഓരോ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ സിനിമയെ സമീപിക്കുന്നത്. 100% ഫഹദ് എന്ന നായകൻ 100% അതിനോട് നീതിയും പുലർത്തുന്നുണ്ട്. അത് വാസ്തവമാണ്. അതുപോലെ തന്നെയാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമ. ആവേശം എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മായിട്ടുള്ള ഒരു കളർ, ആക്ഷൻ, ത്രില്ലർ, കോമഡി എല്ലാം കൂടെയൊക്കെ മിക്സായി വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജോണറിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു മാസ സിനിമ തന്നെയാണ്. അതായത് രംഗണ്ണൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ സിനിമ ഒരു ഭയങ്കര ഒരു സംഭവമാണ് എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ സിനിമ സാധാരണ യങ് ജനറേഷനായിട്ടുള്ള പിള്ളേർക്ക് ഈ സിനിമ കാണുമ്പോൾ 100% തൃപ്തി അത് ഉറപ്പാണ്. അതാണ് ഈ സിനിമയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഈ സിനിമയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റാക്കി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.